വേദനയ്ക്ക് 40 ലക്ഷത്തോളം ആളുകൾ ലോകമൊട്ടാകെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വിയോക്സ് എന്ന് പറഞ്ഞ വേദനാ സംഹാരി നിരോധിക്കപ്പെടുന്നത്. കാരണം വേറൊന്നുമല്ല, അത് ഹൃദ്രോഗം ഉണ്ടാക്കി കുറെ പേര് മരിക്കാനിടയായി. പിന്നെ കുറെ പേർക്ക് ക്യാൻസർ ഉണ്ടാക്കി. അതെങ്ങനെയാണ് നിങ്ങൾക്ക് തെളിഞ്ഞത്? അതിങ്ങനെ ഈ മരുന്ന് കഴിച്ചത് കൊണ്ടാണ് അറ്റാക്ക് ഉണ്ടായതെന്നും ഈ മരുന്നാണ് ക്യാൻസർ ഉണ്ടാക്കിയതെന്നും തെളിഞ്ഞു. എങ്ങനെ തെളിഞ്ഞു? അത് അത്രയും 1 ലക്ഷത്തിലധികം ആളുകളുടെ റിപ്പോർട്ട് ഞങ്ങൾക്ക് കിട്ടി. എവിടെ നിന്ന് കിട്ടി? അത് ഈ ഡോക്ടർമാർക്ക് ഞങ്ങളൊരു യെല്ലോ പേജ് ഒരു പുസ്തകം കൊടുക്കാറുണ്ട്, മഞ്ഞ പേജ്. അത് ഈ അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ, ഏതെങ്കിലും ഒരു മരുന്ന് കൊടുത്ത് രോഗിക്ക് ഒരു പുതിയ ലക്ഷണം ഉണ്ടായാൽ, ഒരു അപകടം ഉണ്ടായാൽ അത് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണമെന്ന് നിർബന്ധമാണ്. ഇന്ത്യയിലല്ല, ഇന്ത്യയിൽ കൊതുക് കുത്തിയിട്ടും കോഴി കൂകിയിട്ടും വവ്വാല് തലകീഴായി പറക്കണതുകൊണ്ടാണ് ഇന്ത്യയിൽ രോഗമൊക്കെ ഉണ്ടാവുന്നത്. പക്ഷെ അമേരിക്കയിലും ബ്രിട്ടനിൽ പ്രത്യേകിച്ചും ഒരു മരുന്ന് പ്രയോഗിച്ച് രോഗിയിൽ മറ്റൊരു രോഗം ഉണ്ടാകുകയാണെങ്കിൽ, അല്ലെങ്കിൽ രോഗി ഗുരുതരാവസ്ഥയിലാകുകയാണെങ്കിൽ ഉടനടി നിങ്ങൾ ഈ മഞ്ഞ ഫോം ഫില്ല് ചെയ്ത് അയക്കണം, അല്ലെങ്കിൽ ഒരു ക്രിമിനൽ കുറ്റമാണ്. ഡോക്ടർമാർ അത് ചെയ്യും, അവിടുത്തെ പ്രാക്ടീസ് അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ ലക്ഷക്കണക്കിനാകുമ്പോൾ ഞങ്ങൾക്ക് ബോധ്യമാവും ഈ മരുന്ന് കഴിച്ചതിന് ശേഷമാണ് ഈ അറ്റാക്ക് ഉണ്ടായിരുന്നത്. അങ്ങനെ 100 കണക്കിന് ആളുകൾക്ക് ഉണ്ടായി കഴിയുമ്പോൾ നമുക്ക് ഉറപ്പല്ലേ? ഭയങ്കര ശാസ്ത്രമാണ് കേട്ടോ, ഭയങ്കര ശാസ്ത്രമാണ്. അങ്ങനെ തെളിയുമ്പോഴാണ് നമ്മൾ ആ മരുന്ന് നിരോധിക്കുന്നത്. അല്ലാണ്ട് നമുക്കൊരു കമ്പനിക്കാരനോട് അവന്റെ ഉൽപ്പന്നം എടുത്ത് വലിച്ചെറിയാൻ പറയാൻ പറ്റുമോ? എങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത്? ഒരു രോഗം വരുമ്പോൾ, നമ്മുടെ കുട്ടിക്ക് പനി പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ധൈര്യത്തിൽ ഇരിക്കും? ഡൈജസ്റ്റീവ് എനർജി 10% മാത്രം വേണ്ട രീതിയിൽ നിങ്ങൾ നോൺ വെജ് സാധനങ്ങളോ ചോറോ ഒക്കെ കഴിച്ചു വരുമ്പോൾ 30% എനർജി വേണം കഴിക്കുന്ന ഭക്ഷണം ദഹിപ്പിക്കാൻ. അതേസമയം പ്രകൃതി രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ 10% എനർജിയെ ദഹനത്തിന് വേണ്ടു, ബാക്കി 20% എനർജി ശരീരത്തിന് കേട് തീർക്കാൻ വേണ്ടി ഉപയോഗിക്കാം. വിശ്രമിച്ചാണ് നിങ്ങൾ പ്രകൃതി ജീവനം ചെയ്യുന്നതെങ്കിൽ അവിടെയാണ് ആദ്യത്തെ ഒരു ഘട്ടത്തിൽ ഒരു പ്രകൃതി ചികിത്സാ കേന്ദ്രം തന്നെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. സാധാരണ രീതിയിൽ അതിൻ്റെ ഒരു ആവശ്യമില്ല. 30 തുടങ്ങി 40% എനർജിയാണ് ശരീരം പുറത്തുള്ള ജോലികൾക്ക് തരുന്നത്. ബാക്കിയുള്ളത് ശരീരത്തിന് തലച്ചോറിന്റെ പ്രവർത്തനം, ശ്വസനം, ഹൃദയം പിടിക്കണം, പമ്പ് ചെയ്യണം, ഇങ്ങനെയുള്ള ജോലികൾക്ക് വേണം. അപ്പൊ നിങ്ങൾ വിശ്രമിച്ചുകൊണ്ടാണ് ഈ ദഹനശക്തിയുടെ ഊർജത്തിന്റെ ഭാഗം കൂടെ കുറച്ച് ഒരു 50% 60% എനർജിയും പുറത്തുപയോഗിക്കാതെ നിങ്ങൾ ശരീരത്തിന് തന്നെ നൽകുകയാണെങ്കിൽ റിപ്പയറിങ് നടത്തും, കേട് തീർക്കും. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ എന്തിനാ ഉറങ്ങണത്? നമ്മൾ ഉറങ്ങുമ്പോൾ നടക്കുന്നുണ്ടോ? വല്ലതും നടക്കുന്നുണ്ടോ? ചിലർ ഉറക്കത്തിൽ നടക്കാറുണ്ട്, പല പേരിട്ട് വിളിച്ചിട്ടാ രോഗം. ഉറക്കത്തിൽ നടക്കുന്നുണ്ട്, എന്താ നടക്കണേ? കേട് തീർക്കുക. ആ ദിവസത്തെ വെയർ ആൻഡ് ടയർ. ഓരോ ദിവസവും സ്വയം പുതുക്കുന്ന അത്ഭുത സംവിധാനം, ജൈവ സംവിധാനമാണ് നമ്മുടെ ശരീരം. ഇതാണ് പ്രകൃതി ചികിത്സ പറയുന്നത്.